ഞാൻ ആക്ച്വലി ഇന്ന് ചെയ്യാനിരുന്ന വീഡിയോ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 സബ്ജക്റ്റുകളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആ പിക്ചറിൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലോട്ടാണ് പോവുക. അവിടെ ടൈപ്പ് ചെയ്ത് ബാക്ക് അടിച്ച് പോവല്ല, അതിൻ്റെ താഴെ ക്രിയേറ്റ് ചാനൽ എന്നുള്ള ആ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വരുള്ളൂ. നമുക്ക് ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് വീഡിയോയ്ക്ക് ഒരു തംബ്നെയിലും ഒരു ടൈറ്റിലും ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്താലും വീഡിയോ അപ്ലോഡ് ആവും. പിന്നെ അടുത്തത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ്. നിങ്ങൾ ഈ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അമ്പോ ഇത് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ എഡിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ വളരെ സിമ്പിളാണ് സത്യം പറയുകയാണെങ്കിൽ. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ, എന്ത് ചെയ്താലാണ് നമുക്ക് പൈസ കിട്ടുക, ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പം 4000 മണിക്കൂർ വാച്ച് ടൈം കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല, നല്ല കഷ്ടപ്പെടണം. പക്ഷെ എന്നിട്ട് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം കുറേ ദിവസമായി നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് ഇപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കാരണം തംബ്നെയിൽ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ നിങ്ങൾ വായിച്ചിട്ടായിരിക്കുമല്ലോ അതിനുള്ളിൽ വന്നിട്ടുണ്ടാവുക. അപ്പം യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയാവുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി ഇന്ന് ചെയ്യാനിരുന്ന വീഡിയോ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന്. അത് കഴിഞ്ഞ് മെല്ലെ ചെയ്യാമല്ലോ, കാരണം എനിക്ക് മേക്കപ്പിനെ പറ്റിയും വലിയ ധാരണയില്ല, യൂട്യൂബിനെ പറ്റിയും വലിയ ധാരണയില്ല. അപ്പം ഏത് എടുത്താലും വലിയ കുഴപ്പമില്ലാത്ത സ്ഥിതിയിലാണ്. പക്ഷെ എൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ എന്തെങ്കിലും കാര്യത്തിലൂടെ ഇൻട്രസ്റ്റ് തോന്നി, എന്തെങ്കിലും ടോപ്പിക്ക് പഠിക്കണം എന്ന് മനസ്സിൽ കയറിക്കൂടിയാൽ ഞാനത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള 2 വിഷയങ്ങളാണ്, ഒന്ന് യൂട്യൂബും ഒന്ന് മേക്കപ്പും. ഇത് രണ്ടും ഞാൻ കാര്യമായിട്ട്, ഇത് രണ്ടും മാത്രമല്ല കേട്ടോ, ഒരുപാട് അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 സബ്ജക്റ്റുകളാണ് മേക്കപ്പും ഒന്ന് യൂട്യൂബും. യൂട്യൂബ് നമ്മൾ പഠിച്ചേ പറ്റൂ, കാരണം ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കുറേ വലിച്ചു നീട്ടി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് വളരെ സിമ്പിളാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ജിമെയിൽ ഐ ഡിയാണ്. ഓക്കെ, അതില്ലാത്തവർ എനിക്ക് ഒന്ന് വളരെ ചുരുക്കമായിരിക്കും. അതുപോലെ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു ഫോൺ സ്വപ്നങ്ങളിൽ മാത്രം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് ഫോണിൽ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോണിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഹോം പേജ് തുറന്നു വരും. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ഐക്കൺ കാണുന്നത് നിങ്ങൾക്ക് യു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ജിമെയിൽ ഐ ഡിൻ്റെ എന്താണോ പ്രൊഫൈൽ ഫോട്ടോ കൊടുത്തത് അതായിരിക്കും, ആ ഒരു ഇമേജ് ആയിരിക്കും അവിടെ കാണിക്കുക. അപ്പം അത് പോയിട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ തുറന്നു വരുന്നതിൽ നമ്മുടെ ജിമെയിൽ ഐ ഡിൻ്റെ പേര് കാണിക്കും. അതിൻ്റെ തൊട്ടടിയിൽ തന്നെ ക്രിയേറ്റ് ചാനൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണും. അപ്പം തുറന്നു വരുന്നതിൽ നമ്മുടെ ജിമെയിൽ ഐ ഡിൻ്റെ പേര് ഉണ്ടാവുമല്ലോ, ആ പേരിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്രിയേറ്റ് എ ചാനൽ എന്ന് നിങ്ങൾക്ക് കാണും. അപ്പം അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ആ ഇൻ്റർഫേസിൽ നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ എന്ത് ചാനലാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അപ്പം അതിന് നിങ്ങളൊരു പേര് കണ്ടു വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പം ആ ഒരു പേര് കൊടുക്കുക. അപ്പോൾ ആ പേര് കൊടുക്കുന്ന സമയത്ത് തന്നെ ഹാൻഡിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. ഇനി അതല്ല നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആ പിക്ചറിൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലോട്ടാണ് പോവുക. അവിടുന്ന് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ അവിടെ വരും. അപ്പം അതോടെ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ടൈപ്പ് ചെയ്ത് ബാക്ക് അടിച്ച് പോവല്ല, അതിൻ്റെ താഴെ ക്രിയേറ്റ് ചാനൽ എന്നുള്ള ആ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വരുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ഇതിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അതായത് ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും എല്ലാവരും ചോദിക്കുന്നത് ഷോർട്സിനെ പറ്റിയാണ്. അപ്പം ഞാൻ ലോങ് വീഡിയോൻ്റെ കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനിപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ബേസിക് സ്റ്റെപ്പുകളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, അതായത് ഇതിൻ്റെ പിന്നാമ്പുറം കുറേ പരിപാടികളുണ്ടല്ലോ, അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ ഓരോന്നായിട്ട് ഞാൻ ടോപ്പിക്കായിട്ട് എടുത്ത് ചെയ്യാം.
നമ്മളൊരു യൂട്യൂബ് ചാനൽ സീരിയസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞുള്ള ആപ്ലിക്കേഷനും കൂടെ ഡൗൺലോഡ് ചെയ്യണം. അതിലാണ് നമ്മൾ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ പിന്നാമ്പുറം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ടാഗ്സ് കൊടുക്കുക, കീവേഡ്സ് കൊടുക്കുക, അതൊക്കെ നമ്മൾ ചെയ്യുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ്. അപ്പം യൂട്യൂബ് ചാനൽ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇതൊന്നും കേട്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ വൈറലാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ വൃത്തിയിൽ ചെയ്യണമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ. നമ്മളിത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പോകുന്നത് ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്കാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം എൻ്റെ ചാനലിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഡാഷ്ബോർഡ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണുന്നത് കണ്ടന്റ് ആണ്. അതിലാണ് നമ്മൾ ഇതുവരെ ഇട്ട എല്ലാ വീഡിയോസിൻ്റെയും ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നത്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അനലിറ്റിക്സ് ആണ്. ഇതിൽ നോക്കിയാലാണ് നമുക്ക് ചാനലിൻ്റെ ഗ്രോത്ത് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഇനി ഈ ലാസ്റ്റ് കാണുന്ന ഏണിലാണ് ഈ മോണിറ്റൈസേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. ഞാനൊന്ന് പച്ച പിടിച്ചിട്ട് അതൊക്കെ കാണിച്ചു തരാം. കീവേഡ്സിൻ്റെയും ടാഗ്സിൻ്റെയും ഒക്കെ കാര്യം പോട്ടെ, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവുന്നുണ്ടോ, എത്രയായി, ആവാനായോ, അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈ യൂട്യൂബ് സ്റ്റുഡിയോ ആവശ്യമാണ്. നമുക്ക് ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ആ ഹോം പേജിലായിട്ട് ഏറ്റവും താഴെ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾ കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എന്ന് കാണാം, ഷോർട്ട് എന്ന് കാണാം, ലൈവ് എന്ന് കാണാം, പോസ്റ്റ് എന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ലോങ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ വീഡിയോ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലോട്ടാണ് ഇത് പോവുക. അപ്പോൾ ഏത് വീഡിയോ ആണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ അത് അപ്ലോഡ് ചെയ്യാം. ഇനി ഷോർട്ട് വീഡിയോൻ്റെ കാര്യമാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, കാരണം അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഇപ്പം നമ്മൾ ലോങ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ വീഡിയോയ്ക്ക് പകരം ഷോർട്ടിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സൈഡിൽ കാണുന്ന ഗാലറീൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറിയിൽ നിന്ന് ഏതാണോ നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കും. ഏതെങ്കിലും സൗണ്ട് എന്ന് വെച്ചാൽ ഏതെങ്കിലും സോങ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ആഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ എന്തെങ്കിലും എഡിറ്റിംഗ് നടത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി മറന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് കൊടുക്കാം. ഇവിടുന്ന് തന്നെ നമുക്കൊരു തംബ്നെയിൽ സെറ്റ് ആക്കാം. ഈ ഒരു പെന്നിൻ്റെ ഓപ്ഷൻ കാണുന്ന ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏതാണോ തംബ്നെയിൽ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ടിക്ക് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അതിനുശേഷം ഒരു ടൈറ്റിൽ എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈറ്റിൽ അത് കൊടുക്കുക. അതിനുശേഷം നേരെ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലും കുറച്ച് സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ചെയ്യാനുണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം. ജസ്റ്റ് വീഡിയോയ്ക്ക് ഒരു തംബ്നെയിലും ഒരു ടൈറ്റിലൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്താലും വീഡിയോ അപ്ലോഡ് ആവും. പക്ഷേ എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുള്ളതുണ്ട്. അതായത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, റിലേറ്റഡ് വീഡിയോ കൊടുക്കുക, അതുപോലെ ടാഗ്സ് കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇതിൽ ചെയ്യാനുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരണമെങ്കിൽ കുറച്ചധികം ഉണ്ട്. അപ്പം അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് നീണ്ടുപോകും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എൻ്റെ സ്ഥാനം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞാൻ ബെഡിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വാവ കിടന്ന് ഉറങ്ങാണ്. അപ്പം അവൻ എഴുന്നേൽക്കുന്ന സമയത്ത് അവിടെ പോയി ഉറക്കി പിന്നെ ഇവിടെ വന്നിരുന്ന് വീഡിയോ ചെയ്ത് പിന്നെ എഴുന്നേൽക്കുമ്പോൾ അവിടെ പോയിട്ട് ഉറക്കി ഇങ്ങോട്ട് വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്, ഒന്നും വിചാരിക്കരുത്. പിന്നെ അടുത്തത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇൻഷോട്ടാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ VN യൂസ് ചെയ്യും. ഇൻഷോട്ട് സത്യം പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. കാരണം പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഏത് ബിഗിനേഴ്സിനും ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട്. ഇൻഷോട്ടിൽ ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇൻഷോട്ട് ആപ്ലിക്കേഷനിൽ പോവുക. അവിടെ നിന്ന് വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പം നമ്മുടെ ഗാലറിയിലേക്കാണ് പോവുക. അവിടെ നമുക്ക് വേണ്ട വീഡിയോസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇനി അഥവാ നമുക്ക് ആവശ്യമില്ലാത്തൊരു വീഡിയോ ആഡായി പോയിട്ടുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല, നമുക്ക് ഇൻഷോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒരു സ്ക്രീന് കാണാം. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഇത് നമ്മളെ യൂട്യൂബിൻ്റെ ഫോർമാറ്റിലല്ല. അപ്പോൾ റേഷ്യോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് പോയി ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ റേഷ്യോ ആക്കുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എഡിറ്റ് ചെയ്യാം.
അടുത്തൊരു പരിപാടി എന്ന് വെച്ചാൽ ഈ ഇൻഷോട്ട് എന്നുള്ളത് നമുക്ക് റിമൂവ് ചെയ്യണം. നമുക്ക് ഈ വാട്ടർമാർക്ക് പോക്കാൻ വേണ്ടിയിട്ട് അധികം പൈസയൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒരു ആഡ് കണ്ടാൽ മതി. ആ ഇൻഷോട്ട് എന്ന് എഴുതിയതിൻ്റെ മുകളിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ഈ ഫ്രീ റിമൂവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ ആഡ് ഒന്ന് ജസ്റ്റ് കണ്ടിരുന്നാൽ മാത്രം മതി. അതിൻ്റെ ഇടയ്ക്ക് ബാക്ക് അടിക്കാനൊന്നും പോകരുത്. ആ ആഡ് കംപ്ലീറ്റ് ആയിട്ട് കാണണം. അപ്പോൾ അതാ നമ്മുടെ വാട്ടർമാർക്ക് പോയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ സേവ് ചെയ്യാം. അങ്ങനെ സേവ് ചെയ്യുന്ന സമയത്തും നമ്മൾ ബാക്ക് അടിച്ച് പോകാൻ പാടില്ല. അങ്ങനെ ബാക്ക് അടിച്ച് പോയാൽ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. അങ്ങനെ 100% ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു പരസ്യം വരും. അത് നമ്മൾ മൈൻഡ് ആക്കണ്ട കേട്ടോ. പല ആളുകളും വിളിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ചുമ്മാ നിങ്ങൾ അതിൽ കയറി ഒന്ന് എല്ലാ ഓപ്ഷനും നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണിത്. പിന്നെ അതിന് കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്പോൾ ഇത് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ എഡിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ വളരെ സിമ്പിളാണ്. സത്യം പറയുകയാണെങ്കിൽ എല്ലാം സിമ്പിൾ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ആദ്യം നിങ്ങളൊന്ന് ഇൻഷോട്ടൊക്കെ എടുത്ത് ചുമ്മാ ഒന്ന് നോക്കൂ എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ എന്നൊക്കെ ഒന്ന് അറിയും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയൂ, ഞാൻ അതിൻ്റെ ഒരു വീഡിയോവും ഞാൻ ചെയ്തു തരാം. നിങ്ങൾ മാരകമായി എന്തൊക്കെയോ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് സാധാ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സാധാ വീഡിയോ ഇങ്ങനെ സോങ്ങൊക്കെ ഇട്ട് അല്ലെങ്കിൽ കുറേ ട്രാൻസാക്ഷനൊക്കെ കൊടുത്ത് അങ്ങനെ അല്ലെങ്കിൽ ഫിൽറ്ററൊക്കെ ആഡ് ചെയ്ത് അതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതിനൊക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിൽ പോയിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം തന്നെ കുറേ നേരമായി തോന്നുന്നു വീഡിയോ. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വേഗം കിടക്കാം. 2-3 ക്വസ്റ്റ്യൻസും കൂടി ബാക്കിയുണ്ടായിരുന്നു, പക്ഷെ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് നീണ്ടുപോകും. തൽക്കാലം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം. കാരണം എനിക്ക് ഈ ഒരു വീഡിയോ എങ്ങനെ റീച്ച് ആവുമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പം നിങ്ങളെ റെസ്പോൺസ് അറിഞ്ഞിട്ടേ ഇനി ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ. ഞാൻ കുറച്ച് തിരക്കായി പോകുന്നുണ്ടോ, ധൃതി കൂടിയോ എന്നൊക്കെ എനിക്കിപ്പോൾ ഒരു ഡൗട്ട്. നിങ്ങൾ പറയും എന്തായാലും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയൂ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വീഡിയോ ഇത് ഈ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. നിങ്ങൾ കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ. എന്ത് ചെയ്താലാണ് നമുക്ക് പൈസ കിട്ടുക? ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പം നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ 1 വർഷത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ച് ടൈമുമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഷോർട്സിൻ്റെ കേസ് ആണെങ്കിൽ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ 10 മില്യൺ വ്യൂസ് നമുക്ക് ഷോർട്സിന് കിട്ടണം. 4000 മണിക്കൂർ വാച്ച് ടൈം കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. നല്ല കഷ്ടപ്പെടണം. പക്ഷേ എന്നിട്ടും ആൾക്കാർ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ആ പ്രതീക്ഷയിലാണ് ഞാനും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആവുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ നിങ്ങളും നിങ്ങളെ പ്രതീക്ഷയൊന്നും കൈവിടണ്ട. ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് ചാനൽ തുടങ്ങേണ്ട കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം നിങ്ങളെ മനസ്സിലൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം ഇനി ഇങ്ങനെ ആഗ്രഹം വെച്ചിരിക്കേണ്ട, നിങ്ങൾ ചാനൽ തുടങ്ങും, ഇഷ്ടമുള്ള വീഡിയോസൊക്കെ ഇടും. നിങ്ങൾക്ക് സപ്പോർട്ടിന് എന്നെപ്പോലുള്ള കുറേ പേരുണ്ട് ചാനൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ. എങ്ങനെയാണ് ചാനൽ എന്താ ചെയ്യേണ്ടത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുതരാൻ ഒരുപാട് പേരുണ്ട്. യൂട്യൂബ് റിലേറ്റഡ് എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനിയിപ്പം കമൻറ്റ് ബോക്സിൽ ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ആകെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക ഒരു തംസപ്പ് ആണെങ്കിൽ കൂടെ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു 1.1K ആയി നിൽക്കുന്ന ഈ സമയം വരെയും എനിക്ക് ഞാൻ വീഡിയോ ഇട്ടാലും കമൻ്റ് ഇടുന്ന കുറച്ച് പേരുണ്ട്. അവരെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. കാരണം ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്ത ഈ സ്റ്റേജിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരാണ്. അപ്പം എനിക്ക് ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ്, ഇവരൊക്കെ ഓരോന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോ ചെയ്യാൻ എനിക്ക് ഇങ്ങനെ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് എത്ര അങ്ങ് ലോങ് ആയി പോയിട്ടുണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഇരുന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും നേരം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.